ഐസൻ ജോസിലേക്ക്. ഐസൻ, ഇസ്രയേലിന് സൈനിക സാമഗ്രികൾ നിങ്ങൾ നൽകരുത്, ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കയുടെ കപ്പലുകൾ ആക്രമിക്കും, ഹൂതികൾ പറഞ്ഞതാണ്. ഇനി ഈ പ്രശ്നത്തിൽ, ഈ സംഘർഷത്തിൽ, ഈ യുദ്ധത്തിൽ ഹൂതികൾക്ക് റോളുണ്ടോ? കൃഷ്ണരാജ്, നിലവിലെ സൂചനകളിൽ, അതായത് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യത്തിൽ ഹൂതികളുടെ ഒരു പിന്തുണ എന്ന് പറയുന്നത്, ഹൂതി ഭീകര സ്വഭാവമുള്ള ഈ സംഘടനയുടെ, അതല്ലെങ്കിൽ ഈ യമനിലെ ശക്തമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ ചെങ്കടലിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശേഷിയുള്ള സൈനിക സംവിധാനങ്ങളൊക്കെയുള്ള ഒരു സംവിധാനമാണിത്. ഈ സംവിധാനത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് തീർച്ചയായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇറാൻ്റെ ഈ പ്രോക്സി യുദ്ധങ്ങൾ തന്നെ പ്രോക്സിയായി നിലനിൽക്കുന്നു എന്നതാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ് ഖുഡ്സ് ഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിൻ്റെയും ഒക്കെ നേതാക്കൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഈ കഴിഞ്ഞ ദിവസം പോലും ഉണ്ടായി. ഈ രണ്ട് നേതാക്കളും, അതായത് ഇന്നലെ കൊല്ലപ്പെട്ട രണ്ട് നേതാക്കളും, അതായത് ഗാർഡ്സ് ഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ പാലസ്തീൻ്റെ ഇസ്ലാമിക് ഗാർഡ്സ് കോറിൻ്റെ പാലസ്തീൻ്റെ വിഭാഗമായ മേധാവിയെയും ഒക്കെ ഇന്നലെ കൊലപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ കൊലപ്പെട്ട രണ്ടുപേരും ഇറാനിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നതാണ് ഏറെ പ്രാധാന്യമുള്ളൊരു വിഷയം. അതായത് ആ രീതിയിലാണ്, അതായത് വെപ്പൺ കോർഡിനേഷൻ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നടത്തുന്നത് ഇറാനാണ്. ആയുധങ്ങളും അതുപോലെ തന്നെ പണവും അതുപോലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഈ ഹൂതികൾക്ക് ഉൾപ്പെടെ ലഭ്യമാക്കുന്നത്. ഹൂതികളുടെ ഈ പ്രസ്താവന നിലനിൽക്കുമ്പോൾ തന്നെ ഹൂതികൾക്കും അതുപോലെയുള്ള സംവിധാനങ്ങൾക്കെല്ലാം തന്നെ ലഭ്യമാക്കിയിരിക്കുന്നത് ഈ ഇറാൻ്റെ ഭാഗത്തു നിന്നാണ്. ഇറാനാണ് ഇതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുന്നത്, സാമ്പത്തിക പിന്തുണ നൽകുന്നത്. അത്തരത്തിൽ ഈ പ്രസ്ഥാനങ്ങളെ കൊണ്ടു നടക്കുന്നത് ഇറാനാണ്. അതിനെ സജ്ജീകരിക്കുന്നതും യുദ്ധസജ്ജരാക്കുന്നതുമെല്ലാം തന്നെ ഇറാനായിരുന്നു. നിലവിലെ സാഹചര്യങ്ങളിൽ ഈ ഇറാൻ്റെ ഇത്തരത്തിലുള്ള ആ നീക്കത്തെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കാനുള്ളൊരു നീക്കം, അല്ലെങ്കിൽ ആണവശേഷി നശിപ്പിക്കാനുള്ളൊരു നീക്കത്തിൽ ശക്തമായ വിജയം കൈവരിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചു എന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തീർച്ചയായും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുർബലമായ അവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇറാനെ ഒരു തരത്തിലും, ഹൂതികളെ ഒരു തരത്തിലും വീണ്ടും പിന്തുണയ്ക്കാവുന്ന ഒരു സാഹചര്യം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുകയില്ല, ഉണ്ടാകാനുള്ള ശേഷിയുമില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഹൂതികൾ നേരിട്ടുള്ള ആക്രമണം ഉണ്ടാവുക എന്നത് അത്ര കണ്ട് സംഭവ്യമല്ല എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ മറ്റൊരു സുപ്രധാന വിഷയം നമുക്കറിയാവുന്നതാണ്. ഇന്ന് നമ്മളോട് പ്രതികരിച്ച വിദേശകാര്യ വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയമുണ്ട്. ചൈനയുടെയും അതുപോലെ തന്നെ റഷ്യയുടെയും ഒരു പിന്തുണയോടെയുള്ള നീക്കമുണ്ടാകും. അത് തീർച്ചയായും കോർഡിനേറ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള ഭീകര സ്വഭാവ സംഘടനകളുടെ പിന്നാലെ ആയിരിക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവരുടെ ആക്രമണോത്സുകമായ സ്വഭാവത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ ചെന്നെത്താനുള്ള സാധ്യതയുണ്ട് എന്നൊരു വസ്തുത തള്ളിക്കളയാനുമാകില്ല. മാത്രമല്ല മറ്റൊരു സുപ്രധാന വിഷയം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൈനയുമായി അടുത്തുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യം കൃത്യമായും അമേരിക്ക നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നടന്ന സംഭവവികാസങ്ങൾ, ഇപ്പോൾ അല്പസമയം മുമ്പ് വിശദീകരിച്ച വിഷയങ്ങൾ, ഈ നൊബേൽ സമ്മാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ കൃത്യമായും പാകിസ്ഥാനെ ഈ സ്വഭാവമുള്ള സംഘടനകളിൽ നിന്ന്, ഇറാനുമായി ചേർന്ന് നിൽക്കുന്ന സംവിധാനത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോവുക എന്നൊരു ലക്ഷ്യം ട്രംപ് നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ മറ്റൊരു പ്രായോഗികമായ വഴി ഈ ഭീകര സംഘടനകളെ, അല്ലെങ്കിൽ ഈ ഭീകര സ്വഭാവമുള്ള സംഘടനകളെ പിന്തുണയ്ക്കുന്നത് വഴി അമേരിക്കയ്ക്കെതിരെ തന്നെ നീക്കാനുള്ള ഒരു സംവിധാനമാണ് ഉണ്ടാവുക. ആ ഒരു സാഹചര്യം വരികയാണെങ്കിലാണ് ഒരു ആക്രമണത്തിനുള്ള സാധ്യത തുറന്നു കിട്ടുക, അല്ലെങ്കിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇന്നലെ നമുക്കറിയാവുന്നതാണ്, ചൈനയും റഷ്യയും രണ്ട് പ്രസിഡന്റുമാരും, ഷീ ജിൻപിങ്ങും അതുപോലെ തന്നെ പുടിനും കഴിഞ്ഞ ദിവസം ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. 2 ദിവസം മുമ്പാണ് അവർ ടെലിഫോണിൽ മണിക്കൂറുകളോളം സംസാരിച്ചത് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അത്തരത്തിൽ വളരെയധികം സമയം സംസാരിക്കുകയും അതിൽ ചില ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നിന്നും അത് പുറത്തു വന്ന വാർത്തകൾ, റീഡ് ഔട്ടുകളായി പുറത്തു വന്ന വാർത്തകളിൽ ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കാൻ തങ്ങളുടെ ഏജൻസികളെ ഏൽപ്പിച്ചു എന്നാണ്. അതായത് ചൈനയുടെയും അതുപോലെ തന്നെ റഷ്യയുടെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും മറ്റു സംവിധാനങ്ങളെയെല്ലാം അത് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇക്കാര്യം നിരീക്ഷിക്കുക എന്നൊരു നീക്കമാണ് അവർ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഏജൻസികളെ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ കുറേ കൂടി പ്രായോഗികവുമായി കുറച്ചുകൂടി ഗ്രാസ് റൂട്ട് ലെവലിലുള്ള അന്വേഷണങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ഏതെങ്കിലും രീതിയിൽ അമേരിക്കയ്ക്കെതിരായ ചില സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടത് സംബന്ധിച്ച ഒരു പിന്തുണ നൽകുന്നത് ഉൾപ്പെടെ ചർച്ചയാകാനുള്ള സാധ്യത, ഈ വിഷയങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇനിയും ഈ സംവിധാനങ്ങൾ സജീവമാകാനുള്ളൊരു സാധ്യത. അതായത് ഈ ഭീകര സ്വഭാവമുള്ള ഹൂതികളും അതുപോലെ തന്നെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ പ്രദേശത്തുള്ള 6-7 സംഘടനകൾ ഇത്തരത്തിൽ ആക്രമണോത്സുകരാകാനുള്ള സാധ്യതയാണ്. അത് ചൈന അതിന് പിന്തുണ നൽകുമോ, പാകിസ്ഥാൻ ചൈനയുമായി അടുക്കുന്ന സാഹചര്യത്തിൽ നിന്നും പിന്മാറുമോ, അത്തരത്തിലുള്ള നിരവധിയായ അന്താരാഷ്ട്ര വിഷയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നിരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയായാലും ശക്തമായൊരാക്രമണം ഈ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ്റെ പിന്തുണയോടെ, അല്ലെങ്കിൽ ഇറാൻ്റെ ആ ഒരു
പ്രതീക്ഷ മുൻനിർത്തി ഈ ഭീകരർക്ക് നടത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഈ ഹൂതികൾക്കൊന്നും നടത്താൻ സാധിക്കില്ല. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ നിശ്ചലമാക്കിയിരിക്കുന്നത്. നമുക്ക് വ്യക്തമായ വിവരങ്ങളില്ല എങ്കിൽ കൂടി ബങ്കർ ബസ്റ്ററുകൾ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നിശ്ചലമാകുകയല്ല, നശിച്ചു പോയിട്ടുണ്ടാകും, ആണവശേഷി നശിച്ചു പോയിട്ടുണ്ടാകും. അത്തരത്തിൽ ആണവ കേന്ദ്രങ്ങളെ കൃത്യമായി ലക്ഷ്യം വെച്ചുള്ളൊരു നീക്കം അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ ആക്രമണത്തിൻ്റെ എല്ലാ പശ്ചാത്തലങ്ങളും നിരീക്ഷിക്കുമ്പോൾ മറ്റൊരു രീതിയിലുള്ള ഒരു ആക്രമണത്തിന് സാധ്യത ഇറാൻ്റെ ഭാഗത്തു നിന്നില്ല. അതുപോലെ തന്നെ പ്രോക്സികളുടെ ഭാഗത്തു നിന്നും വരാനുള്ള സാധ്യതയും വളരെയേറെ കുറവാണ് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ശരി, ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ റഷ്യയുടെ അണിയറ നീക്കങ്ങൾ സൂചിപ്പിച്ചു, എന്തിന് പാകിസ്ഥാൻ്റെ പോലും പറഞ്ഞു. പക്ഷെ റഷ്യ ചൈന കൂടിക്കാഴ്ച, അതായത് ടെലിഫോണിലൂടെയെങ്കിലും ഷീ ജിൻപിങ് പുടിനുമായി കുറേ നേരം സംസാരിച്ചു എന്ന വാർത്തകൾ വന്നിരുന്നു. ചൈനയുടെ നീക്കം എന്താകും? കാരണം അമേരിക്കയാണല്ലോ കയറി അടിച്ചിരിക്കുന്നത്. ചൈനയുടെ നീക്കം നിർണായകം ആകാവുന്നതാണ്. പക്ഷേ ഏറെക്കാലമായി, കഴിഞ്ഞ ഒരു 3-4 ദശകങ്ങളായി ചൈന കാര്യമായ ഇടപെടലുകൾ ഒന്നും തന്നെ അല്ല. അത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ തിരിച്ചടി കഴിഞ്ഞ് പറഞ്ഞത് 2 രാഷ്ട്രങ്ങളും ഞങ്ങൾക്ക് അയൽ രാജ്യക്കാരാണ് എന്നാണ്. അവിടെ പോലും ഒരു ന്യൂട്രൽ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പരാമർശം നടത്തി ചൈന. അതെ, ചൈന വളരെയധികം ശ്രദ്ധിക്കുന്നത് സ്വന്തം സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിനും ബാലൻസിങ്ങിനും ഒരു മാന്യത്തിലേക്ക് ലോകം പോകാതിരിക്കുന്നതിനും ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചൈനയുടെ ഒരു പ്രത്യേകത, ചൈനയ്ക്കുള്ള ഒരു സുപ്രീം ലീഡർഷിപ്പ്, വൺ പേഴ്സൺ കോൾ ഷീ ജിൻപിങ്, അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള പാർട്ടി സംവിധാനം, അതൊരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥ എന്ന നിലയിൽ 100% ക്യാപിറ്റലിസം ഇൻറ്റേർണലി അതിൻ്റെ ഒരു ഡൊമസ്റ്റിക് സ്ട്രക്ചറിൽ, അതേസമയം പൊളിറ്റിക്കലി 100% കമ്മ്യൂണിസം, ആ രീതിയിലുള്ള ഒരു തരം ഏകാധിപത്യ സംവിധാനമാണല്ലോ ചൈനയിലുള്ളത്. അപ്പോൾ ചൈനയിൽ ഡിസിഷൻ മേക്കിംഗ് വളരെ എളുപ്പമാണ്. പക്ഷേ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എളുപ്പമാണ് എന്നത് ഒരു വശത്ത്. മറുവശത്ത് ചൈനയുടെ താല്പര്യങ്ങൾ, ആ ഒരു സംവിധാനം, ചൈനയിൽ ഇപ്പോൾ ഉള്ള ഷീ ജിൻപിങ് നയിക്കുന്ന സംവിധാനം മുന്നോട്ട് പോകുന്നത്, ദേ ആർ ഏബിൾ ടു കീപ് ദ പീപ്പിൾ ഹാപ്പി. ജനങ്ങളെ, നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യയുടെ അത്രയും തന്നെ ഉള്ള ജനങ്ങളാണ്, 146 കോടി ജനങ്ങളാണ് ചൈനയിലുമുള്ളത്. ഇത്രയും ജനങ്ങളെ സാമ്പത്തികമായി ഉദ്ദീപിപ്പിച്ച് നിർത്തുക, സന്തോഷിപ്പിച്ച് നിർത്തുക, അതിന് സാധിക്കുന്നിടത്തോളം കാലം ചൈനയിലെ ഈ വ്യവസ്ഥിതി മുന്നോട്ട് പോകും. അതല്ല എങ്കിൽ ഒരുപക്ഷെ ചൈന ചന്നം ഭിന്നം ചിതറിപ്പോവും. ബലപ്രയോഗത്തിലൂടെ മാത്രം ഏറെക്കാലം, ഇപ്പോൾ തിയാനൻമെൻ സ്ക്വയറിൽ നടന്നതുപോലെയുള്ള അടിച്ചമർത്തലുകൾ, 1989 നടന്ന ജനാധിപത്യ പ്രക്ഷോഭം, അതിനുശേഷം നടന്ന അതിശക്തമായ സ്റ്റാമ്പ് ഡൗൺ, അടിച്ചമർത്തൽ, അത് അടിക്കടി ഉണ്ടായിക്കഴിഞ്ഞാൽ ചൈനയ്ക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളുടെ യുദ്ധങ്ങളിൽ, മറ്റിടങ്ങളിലെ പോരാട്ടത്തിൽ തലയിടാതിരിക്കുക, ബുദ്ധിപൂർവം മാറി നിൽക്കുക, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് തങ്ങൾ ഒരു ശക്തിയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ചില പ്രസ്താവനകൾ തന്ത്രപരമായി നടത്തുക. ഇതാണ് ചൈന നടന്നത്. അമേരിക്കൻ പ്രസിഡന്റുമായി വലിയൊരു പോരാട്ടത്തിന് ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ചൈന ആഗ്രഹിക്കില്ല. കാരണം ഇപ്പോൾ വ്യാപാരമായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ ട്രംപ് ചുമതലയേറ്റതിന് ശേഷം വ്യാപാര ചർച്ചകളായിരുന്നു ഏറ്റവും അധികം വാർത്താ പ്രാധാന്യം നേടിയത്. യുദ്ധത്തിനേക്കാളും ചൈന വേഴ്സസ് അമേരിക്ക എന്ന ട്രേഡ് വാർ സാഹചര്യം, അതിപ്പോൾ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ ഏതാണ്ട് രമ്യതയിൽ പരിഹരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ യുദ്ധം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യുദ്ധത്തിൽ നേരിട്ടുള്ള ഒരു ചൈനീസ് ഇടപെടൽ ഞാൻ പ്രതീക്ഷിക്കുന്നതേ ഇല്ല. റഷ്യൻ ഇടപെടലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം റഷ്യയ്ക്ക് ചരിത്രപരമായി ഇറാനുമായി ബന്ധമുണ്ട്. അത് നിഷേധിക്കാനാവാത്ത ബന്ധമാണ്. റഷ്യയ്ക്കൊരാവശ്യം വന്നപ്പോൾ ഡ്രോണുകളും മിസൈലുകളും നൽകി ഉക്രൈൻ യുദ്ധത്തിൽ ഉൾപ്പെടെ സഹായിച്ച പാരമ്പര്യം ഇറാനുണ്ട്. അതുകൊണ്ട് ചരിത്രപരമായി എക്കാലത്തും ശീതയുദ്ധ കാലത്ത് തന്നെയുള്ള ബന്ധം, അതിനുശേഷമുള്ള ബന്ധം, അതായത് അമേരിക്കൻ ചേരിയിൽ നിന്ന് ഇറാൻ മാറിയതിനു ശേഷമുള്ള അതിശക്തമായ ബന്ധം. അപ്പോൾ റഷ്യ ഇന്ത്യയുമായി എത്രത്തോളം ബന്ധമുണ്ടോ അതുപോലെയുള്ള ബന്ധം ഇറാനുമായും ചരിത്രപരമായി പുലർത്തിയിരുന്നു എന്ന് കാണാം. ഇപ്പം ലോകരാഷ്ട്രീയം ആകെ മാറി മറിയുമ്പോൾ അമേരിക്കയ്ക്ക് റെജീം ചേഞ്ചുമായി വിവിധ രാജ്യങ്ങളിൽ, ഇറാൻ ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിലേക്ക് റെജീം ചേഞ്ചുമായി പോകുമ്പോൾ ഇപ്പോഴത്തെ അന്തരീക്ഷം, സ്റ്റേറ്റസ് കോ മാറി മറിയുന്നു എന്ന പരിഭവം, ആശങ്ക റഷ്യയ്ക്കും ചൈനയ്ക്കുമുണ്ട്. അതുകൊണ്ടാണ് അവർ ഏത് രൂപത്തിലാണ് രംഗത്ത് വരാനാവുന്നത്. ആദ്യം എനിക്ക് തോന്നുന്നത് ഐക്യരാഷ്ട്ര സംഘടനയിലും മറ്റ് ലോകവേദികളിലുമൊക്കെ ചൈനയുടെയും റഷ്യയുടെയും ശക്തമായ പ്രതിഷേധം അറിയിക്കുക എന്നതിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാനാണ് സാധ്യത. ശക്തമായ താക്കീതുകളും പ്രസ്താവനകളും ഉണ്ടാകും. പക്ഷേ പ്രസ്താവനകൾക്കും താക്കീതുകൾക്കും വിധേയപ്പെടുന്ന ഒരു മനസ്സല്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ളത് എന്നത് ഇതിനോടകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഡോക്ടർ മോഹൻ വർഗീസ്, അതായത്
ഒരു വശത്ത് ഇസ്രയേൽ, അമേരിക്ക, മറുവശത്തും ചിത്രം തെളിയുന്നുണ്ട് ഇറാൻ, റഷ്യ, ചൈന, തുർക്കി, അങ്ങനെ ഇതിന്റെ ആകത്തുക നോക്കിയാൽ വരാനിരിക്കുന്നത് എന്ത്? അതായത് ഇനി നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? ഇതിപ്പോൾ ആത്യന്തികമായി വരേണ്ടത് ലോകക്രമത്തിൻ്റെ ഒരു പുനരേകീകരണം അല്ലെങ്കിൽ പുനഃക്രമീകരണം, വേൾഡ് ഓർഡറിൻ്റെ ഒരു ചേഞ്ചാണ്. 2025 വർഷത്തിലെ ഈ സംഘർഷത്തിൻ്റെ ബാക്കി പത്രം വരാനിരിക്കുന്ന ലോകക്രമത്തിൻ്റെ ചേഞ്ച്, അതിൻ്റെ ആദ്യ സൂചനകൾ ഒരുപക്ഷെ വരാം. അപ്പോൾ അങ്ങനെ വന്നാൽ ഈ സാമ്പത്തിക യുദ്ധമായിരിക്കും സംഭവിക്കാൻ സാധ്യത. കാരണം അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ മധ്യപൂർവ്വ പ്രദേശത്ത് വളരെയധികമുണ്ട്. അപ്പോൾ ഒരു ശത്രുവിനെ അവിടെ അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട്. കാരണം ഇസ്രയേലിനൊരു ശത്രുവായ ഇറാനെ അവിടെ ആവശ്യമുണ്ട്. അറബ് രാജ്യങ്ങൾക്കും ഒരു ശത്രു സ്ഥാനത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തെ, കൃത്യമായി ഇസ്രയേൽ എന്ന ഒരു രാജ്യം അവിടെ ഉള്ളിടത്തോളം കാലം അറബ് ലോകം, ഇപ്പോൾ എത്ര ചങ്ങാത്തം പറഞ്ഞാലും ആത്യന്തികമായി അറബ് ലോകത്തിൻ്റെ ഒരു ഭീഷണി തന്നെയാണ്. അതുപോലെ മറ്റൊരു ശത്രു കൂടി ഉണ്ടാകണമോ, അത് ആണവശക്തി തന്നെ ആകണമോ വേണ്ട എന്നാണ് അമേരിക്കയുടെ അഭിപ്രായം. അതുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു ശക്തി ഉള്ള ഒരു രാജ്യം അവിടെ ഉണ്ടാവണം. പക്ഷേ അതാണ് അമേരിക്കയുടെ ആത്യന്തികമായ സമയം അവസാനിക്കുന്നത് കൊണ്ട് ഇടപെടുന്നു. കഴിഞ്ഞ 2 മണിക്കൂറിൽ ഇസ്രയേൽ ഇറാൻ സംഘർഷം അല്ലെങ്കിൽ യുദ്ധം, അതിൽ അമേരിക്കയുടെ കടന്നാക്രമണം, ഇറാനെ തരിപ്പണമാക്കുന്നത്, അത് തുടരെ നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. ഒന്നുകിൽ സമാധാനം അല്ലെങ്കിൽ സർവനാശം എന്ന അമേരിക്കയുടെ മുന്നറിയിപ്പ് അവിടെ നിൽക്കുമ്പോഴും നമുക്ക് പ്രധാനം സമാധാനം തന്നെയാണ്. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്, ഒപ്പം ജോസ് ഒപ്പം ചേർന്നതിന്.